നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷുഫലം മകയിരമാണ്. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിഷുമാസം മേടം, ഏപ്രിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേതുവിൻ്റെ സ്വാധീനത്തിലുള്ള ഈ നക്ഷത്രത്തിന് അഭിനിവേശം, സാഹസികത, ബുദ്ധിവൈഭവം, ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള ആഗ്രഹം എന്നിവ സവിശേഷതകളാണ്. 2025 വിഷുവിന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുതിയ തുടക്കങ്ങൾക്കും ആത്മവിശ്വാസത്തിനും അനുകൂലമായ സമയമാണ്. ജോലി സംബന്ധമായി നോക്കുമ്പോൾ ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ, ഗവേഷണം, വിദേശ ബന്ധമുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുമായി ആശയവിനിമയത്തിൽ സ്പഷ്ടത പാലിക്കുക. അവിവേകപൂർണമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക. ജോലി മാറ്റം സംബന്ധിച്ച് ജൂൺ, ജൂലൈ മാസങ്ങൾ വരെ കാത്തിരിക്കുന്നത് നല്ലതാണ്. പണം സംബന്ധിച്ച് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുക. പ്രതീക്ഷിക്കാത്ത ചിലവുകൾക്കായി വഴികൾ കാണുന്നുണ്ട്. സ്വത്ത് വാങ്ങൽ, വിൽപ്പനയിലെ തീരുമാനങ്ങൾക്ക് മുൻപ് നിയമപരമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാം. മകയിരത്തിന് കർമ്മ മേഖലയിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കടം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പണം സൂക്ഷിച്ച് ചെലവാക്കണം. തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളാണ് ഈ നക്ഷത്രത്തിന് പറയുന്നത്. ആരോഗ്യപരമായി മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെടാം. ധ്യാനം, പ്രാണായാമം എന്നിവ സഹായകമാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത് തടയാൻ ഉടൻ വൈദ്യസഹായം തേടുക. ഭക്ഷണക്രമത്തിൽ പച്ചക്കറികൾ, ജലം എന്നിവ ഉൾപ്പെടുത്തുക. വ്യക്തിജീവിത ബന്ധങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. വിവാഹിതർക്ക് പങ്കാളിയുമായി യാത്ര പോകുന്നത് ബന്ധം ശക്തിപ്പെടുത്താം. പുതിയ ബന്ധങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വിവേകത്തോടെ മുന്നോട്ട് പോവുക. മകയിരത്തിൻ്റെ അധിപതിയായ കേതു അനിശ്ചിതത്വത്തെയും ആത്മീയ ആഗ്രഹങ്ങളെയും ഊന്നിപ്പറയും. ആഴത്തിലുള്ള ചിന്തകൾ അനുകൂലം. ശനിയുടെ സ്വാധീനം മൂലം ജോലിയിലും ഉത്തരവാദിത്തങ്ങളിലും കർശനമായ സമീപനം ആവശ്യമാണ്. ചന്ദ്രൻ്റെ ഇടപെടൽ വികാരങ്ങൾക്ക് സന്തുലിതാവസ്ഥ പാലിക്കാൻ സഹായിക്കും. വിഷുക്കണി വയ്ക്കുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, പച്ചക്കറികൾ, പുതിയ വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ശ്രദ്ധാപൂർവം സജ്ജമാക്കുക. ഇത് സമൃദ്ധിയുടെ പ്രതീകമാണ്. വിഷുദിനത്തിൽ ദരിദ്രർക്ക് ധാന്യം, പണം എന്നിവ നൽകുന്നത് ശുഭമാണ്. യാത്രാ സൗകര്യങ്ങൾക്കായി കൃത്യസമയം പാലിക്കുക. യാദൃച്ഛികത ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പണം കടം നൽകുന്നതിൽ ജാഗ്രത പാലിക്കുക. ഇവ പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. വ്യക്തിഗത ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾ വ്യത്യാസപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.